ഹലോ പ്രിയമുള്ളവരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയുക്ത MLA ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ശ്രീ BB ഗോപകുമാറിന് പറവൂർ മുനിസിപ്പൽ ഏരിയയിൽ നടക്കുന്ന സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പറവൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രദീപ് ജി കുറുമണ്ഡലാണ്. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമ്മതിതരായ നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പറവൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രദീപ് ജി കുറുമണ്ഡലിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട നിയമസഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ ബഹുമാനായ MLA സ്വീകരണ പരിപാടി കഴിഞ്ഞ 2 ദിവസം മുമ്പ് കൽവാതിക്കൽ പഞ്ചായത്തിൽ ആരംഭിച്ച് പുലിപ്പുഴയും ചാത്തൂരും പൂർത്തീകരിച്ച് ഇന്ന് രാവിലെ 10 മണി മുതൽ പറവൂർ മുനിസിപ്പാലിറ്റിയിൽ പ്രസന്ന ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഇന്ന് ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ വൻ ഭൂരിപക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്ത സ്ഥാനാർത്ഥി BJPയുടെ ഒരു MLA ആരാധനായ ശ്രീ BB ഗോപകുമാർ ഇന്ന് നമ്മുടെ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. നമുക്കറിയാം, 2011 3800 വോട്ടുകൾ ഉണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി 2016 നമ്മുടെ ആരാധനായ MLA ശ്രീ BB ഗോപകുമാർ 2016 മത്സരിച്ച് 3800 വോട്ടിൽ നിന്നും 33,000 വോട്ടിലേക്ക് കൊണ്ടെത്തിച്ചു. 33,000 വോട്ടിൽ കൊണ്ടെത്തിച്ച ആരാധനായ ശ്രീ BB ഗോപകുമാർ ഈ നിയോജക മണ്ഡലത്തിൽ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് 2021 വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചു. 2016 33,000 വോട്ടിൽ നിന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ 2023 കൂടി 42,000 വോട്ടുകൾ കിട്ടി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ 2ാം സ്ഥാനത്തെത്തിയ 7 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാക്കി ചാത്തന്നൂർ മണ്ഡലത്തെ മാറ്റി. നമുക്കറിയാം, CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ 2021 17,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. ആ 17,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ BB ഗോപകുമാർ വലിയൊരു മത്സരം കാഴ്ചവെച്ച് വെച്ചുകൊണ്ട് 4,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയുണ്ടായി. നമുക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 10 വർഷമായി ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ
ഗോപകുമാർ അവരുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അറിയിക്കുന്നത് പാവപ്പെട്ടവരുടെ അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷം ഈ മണ്ഡലത്തിൽ അടിയുറച്ചുകൊണ്ട് നിന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വിജയം അതായത് ബി ഗോപകുമാർ സാധിക്കുന്നത്. നമുക്കറിയാം മണ്ഡലം കഴിഞ്ഞ 15 വർഷക്കാലമായി ഇവിടെ വികസന മുന്നേറ്റം ഇവിടുത്തെ സാധാരണക്കാർക്ക് ഒരു വികസനം കണ്ടെത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടുത്തെ മെഡിക്കൽ കോളേജ്, ഇവിടുത്തെ നെടുങ്കോണം രാമനാഥ താലൂക്ക് ആശുപത്രി, ഇവിടുത്തെ വികസന മുന്നേറ്റം ഇതിനൊക്കെ ശാശ്വത പരിഹാരങ്ങളാണ്. ഇവിടുത്തെ കുട്ടികളിലെടുക്കുന്ന റോഡുകൾക്ക് ശാശ്വത പരിഹാരങ്ങളാണ്. വരാൻ പോകുന്ന 5 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിൽ വികസനത്തിന്റെ പൂക്കൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എംഎൽഎ ജനങ്ങൾക്കും സാറ് പറയുകയുണ്ടായി. പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളുടെ പ്രധാനമന്ത്രിയില്ല, നിങ്ങളുടെ സേവകരാണ്, പ്രധാന സേവകരാണെന്ന് പറഞ്ഞിരുന്നു. അതേ അതേപോലെയാണ് നമ്മുടെ ബി ഗോപകുമാർ സാഹിബ്. ഞാൻ നിങ്ങളുടെ എംഎൽഎ ആണെങ്കിലും ഞാനൊരു പ്രധാന സേവകനായിട്ട് ഈ ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിൽ 5 വർഷം നിങ്ങൾക്കൊപ്പമുണ്ടാകും, നിങ്ങളുടെ വികസനങ്ങൾക്കൊപ്പമുണ്ടാകും എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഇന്ന് നമ്മുടെ കേരളത്തിലെ അവസ്ഥ നമുക്കറിയാം. ഇവിടെ 100-ൽ കൂടുതൽ സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിലെത്തി. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് 3 എംഎൽഎമാരുണ്ട്. ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിലെ ആദ്യ പാലകരുന്നു. അതുപോലെ നിയമത്തും കലക്കൂട്ടത്തും കേരളത്തിൽ 3 എംഎൽഎമാരെ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. നിയമസഭാ മണ്ഡലത്തിൽ നിയമസഭയിൽ വരാൻ പോകുന്ന 5 വർഷക്കാലം ഈ 3 എംഎൽഎമാരെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർ സംസാരിക്കും. കേരളത്തിന്റെ വികസനം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഈ 3 എംഎൽഎമാർ കൂടി ആലോചിക്കും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കിസാൻ സമ്മാൻ യോജന എന്ന് പറയുന്ന 3 സെന്റ് ഭൂമിയെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2000 രൂപ 3 മാസത്തെ ഒരിക്കൽ സാധാരണക്കാർ പാവപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, എന്നാൽ വികസന പ്രവർത്തനങ്ങൾ നേരെ പോലും പറഞ്ഞു ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ശ്രീകോടി ഇന്നലെ 10 മിനിറ്റ് വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ പോയി ഉച്ചയ്ക്ക് 12:30 അവസാനിച്ച് വീണ്ടും സൗത്ത് മേഖലയിൽ ഉച്ചയ്ക്ക് 3:30 ആരംഭിച്ച് രാത്രി 8:30 വരെ ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്ത് ഓരോ ജനങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട്
Madam Secretary, Rajesh, Navani, Raji, Navneed, Abhinav, Srilal, Vimala Dasan, Sheeta, Anaga, Sadishanji, Balu, Shaju, Tangamani, Sadashivan, Raju, Ravindran Dula, Rajendran, Suresh, Srilashmi. ഇവിടെ നൽകിയ ഈ ആവേശജനമായ സ്വീകരണത്തിന്, ഈ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ശ്രീ BB ഗോപകുമാർ നിങ്ങളോട് സംസാരിക്കുന്നു. എടുത്തിട്ടുണ്ട്. ലൈവാ ഫോട്ടോ ഞാനല്ല, ലൈവാ ഉണ്ടാവണ്ടേ. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി നിങ്ങളോട് സംസാരിക്കുക. ബഹുമാനായ ഈ സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടകൻ ശ്രീ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പ്രദീപ്, ജില്ലയുടെ വൈസ് പ്രസിഡന്റ് എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ സുനിൽ, ബഹുമാനായ ജില്ലയുടെ ട്രഷറർ ശ്രീ രാമപുരത്തേട്ടൻ അടക്കമുള്ള പാർട്ടിയുടെയും മോർച്ചകളുടെയും ജനപ്രതിനിധികൾ, ഏറെ ബഹുമാനായ സഹോദരി സഹോദരന്മാരെ, ഇവർക്കും വിനീതമായ നമസ്കാരം. പരവൂർ മുനിസിപ്പൽ അതിർത്തിയിലെ സ്വീകരണ പരിപാടിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയപരമായ പ്രാധാന്യം എന്താണെന്ന് പ്രദീപ് സൂചിപ്പിച്ചു. ദേശീയ തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലം. മെയ് 4 വോട്ടെണ്ണൽ ദിവസം ഏറ്റവും ആദ്യം താമര വിരിയുന്ന മണ്ഡലമാക്കി നിങ്ങൾ ചാത്തന്നൂരിനെ മാറ്റി. ആ അഭിമാനമാണ് ഈ തെരഞ്ഞെടുപ്പിന് BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രാധാന്യമായി മാറിയത്. സമാരാധനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിവസത്തിൽ കണ്ടെത്തിയപ്പോൾ തന്നെ അഭിനന്ദിക്കുകയുണ്ടായി. അത്രമാത്രം രാഷ്ട്രീയപരമായ പ്രാധാന്യം ചാത്തന്നൂരിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിലുണ്ടായി. കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച ഒരു തെരഞ്ഞെടുപ്പ് ചാത്തന്നൂരിലെ വിജയം അതാണ്. പിന്നെയാണ് നേമത്തും കഴക്കൂട്ടത്തും ജയിച്ചത്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇടം നൽകിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലം, അതിനുവേണ്ടി അശാന്തമായ പരിശ്രമം നടത്തിയ നിരവധി പേർ, അവർക്ക് വേണ്ടി വലിയ പിന്തുണയും സഹായവും ചെയ്തുകൊടുത്ത ഈ നാട്ടിലെ പ്രബുദ്ധ ജനം, പരവൂർ നോർത്ത്
ഇന്ന് ഈ സ്വീകരണ പരിപാടി ആരംഭിക്കുന്നു. രഞ്ജിത്ത് പഞ്ചായത്ത് സമിതി ഇവിടുത്തെ ഏരിയയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. 16 ബൂത്ത് കമ്മിറ്റികളിൽ 14 ഇടത്തും ഈ മേഖലയിൽ നമ്മൾ 1ാം സ്ഥാനത്തായിരുന്നു. അതാണ് പ്രത്യേകത. ഏറ്റവും വലിയ മുന്നേറ്റം പരവൂരെല്ലാവരും പറഞ്ഞു നമ്മൾ പിന്നിൽ പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാര്യം തെക്കുംഭാഗം മുതൽ ചില്ലിക്കൽ വരെ 10 ബൂത്തുകൾ, 8 ബൂത്തുകൾ, ആ 5 ബൂത്തിലും നമ്മൾ 100-ന് താഴെയായിരുന്നു നമ്മുടെ ബൂത്ത്. പക്ഷേ നോർത്തിന്റെയും സൗത്തിന്റെയും ഭാഗത്ത് നമുക്ക് നല്ല മുന്നേറ്റമുണ്ടാക്കി. 33 ബൂത്തുകളുള്ളതിൽ 23 ബൂത്തിലും നമ്മൾ പരവൂർ മുനിസിപ്പാലിറ്റിയിൽ ലീഡ് ചെയ്തുകൊണ്ട് പരവൂർ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും ശക്തമായ ഡിഗ്രിയെടുത്തറയുള്ള പ്രസ്ഥാനം നമ്മുടേതാണെന്ന് കാണിച്ചുകൊണ്ട് 168 വോട്ടിന്റെ ലീഡ് പരവൂർ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് ലഭിക്കുകയായി. 7 സ്ഥലത്ത് നമ്മൾ 2ാം സ്ഥാനത്ത് വന്നു. പരവൂർ മുനിസിപ്പൽ ചെയർമാന്റെ കസേര ബിജെപിക്ക് അത്ര കണ്ട് വിദൂരമല്ല എന്ന് സൂചിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിനാണ് പരവൂർ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ തുടക്കം കുറിച്ചത്. അതിനനുഗ്രഹിച്ച, അതിനാശീർവദിച്ച, ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ബഹുമാനായ പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം ഏറ്റുവാങ്ങാൻ സഹായിച്ച ഈ നാട്ടിലെ ഓരോരുത്തരോടുമുള്ള നന്ദിയും കടപ്പാടും വാക്കുകൾക്ക് അതീതമാണ്. ഒരു വാക്കു മാത്രം, ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ, ഈ നാടിന്റെ സുഖദുഃഖങ്ങളിൽ എന്നും എപ്പോഴും കൂടെയുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഭാരത് മാതാ കി ഈ വഴിച്ചാരയിലൂടെ കടന്നുകയാണ്. പ്രിയമുള്ളവരെ, ചാത്തന്നൂരിന്റെ ജനനായകന് ഇന്ന് പരവൂർ മുനിസിപ്പാലിറ്റി മേഖലയിൽ ഒരുക്കുന്ന സ്വീകരണ പരിപാടി നെടുങ്ങോലം പ്രസന്ന ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ MLA സ്വീകരണ പരിപാടി നെടുങ്ങോലം പ്രസന്ന ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ ആ DJ വാഹനത്തിന്റെ തൊട്ട് പിറകിലാണ് നമ്മുടെ ബൈക്കുകളെല്ലാം. അതിന് പിറകിലാണ് നമ്മുടെ ഈ അനൗൺസ്മെന്റ് വാഹനം. ഈ അനൗൺസ്മെന്റ് വാഹനത്തിന് തൊട്ട് പിറകിൽ നമ്മുടെ MLA വാഹനമാണ്. ഈ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ മുന്നിലേക്ക് ബൈക്കുകൾ, ടൂ വീലറുകളെല്ലാം ഈ അനൗൺസ്മെന്റ് വാഹനത്തിന് മുന്നിൽ പോകണം.
ഈ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ തൊട്ടുപിറകിൽ നമ്മുടെ MLA വാഹനമാണ്. അതാണ് നമ്മുടെ ക്രമം. അതനുസരിച്ച് വേണം നമ്മുടെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും. കാലത്തിന്റെ കർമ്മകാണ്ഡങ്ങളിൽ കാലം കാത്തു സൂക്ഷിച്ച നിധിയായി ചാത്തന്നൂരിന് കിട്ടിയ വരദാനം BB ഗോപകുമാർ. ജനമനസ്സുകൾ ഹൃദയത്തിൽ സാലിച്ച് തങ്കത്താമരയിൽ കയ്യൊപ്പ് ചാർത്തി ചാത്തന്നൂരിൽ അതൊരു പുതിയ ചരിത്രം എഴുതി ചേർത്തു. ചാത്തന്നൂരിന്റെ ഉരുക്കുകോട്ടകൾ തകർത്തെറിഞ്ഞ് അവിടെ തങ്കത്താമര വിരിച്ചു. അതിന്റെ തേരാളി BB ഗോപകുമാർ. കാലത്തിന്റെ കർമ്മകാണ്ഡങ്ങളിൽ കാലം കാത്തു സൂക്ഷിച്ച നിധിയായി ചാത്തന്നൂരിന്റെ വരദാനമായി ജനമനസ്സുകൾക്ക് ഇടയ്ക്ക് ജനനായകന്റെ വരവ് ഇതാ. പരവൂർ മുനിസിപ്പൽ മേഖലയിലെ ആവേശോജ്വലമായ സ്വീകരണ പരിപാടിയിലേക്ക് ഇതാ തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു BB ഗോപകുമാർ. ജനമനസ്സിലേക്ക് ഇടയ്ക്ക് ജനനായകന്റെ വരവ് വെറും വരവല്ല കൂട്ടരെ, അതൊരൊന്നൊന്നര വരവാണ്. അതേ ചാത്തന്നൂരിന്റെ ഓട്ടങ്ങൾ തകർത്തെറിഞ്ഞ പടനായകൻ. ഒന്നല്ല, 2 പ്രാവശ്യം പരാജയപ്പെട്ടപ്പോഴും മൂന്നാമത് വിജയം കൈപ്പിടിയിൽ ഒതുക്കുവാൻ കുതിച്ച് മടക്കുതിരിയുടെ ആവേശത്തോടുകൂടി ഓരോ ജനമനസ്സുകളെയും ചേർത്ത് നിർത്തി ആ ജനമനസ്സുകൾ ഒരുമിച്ച് വിധിയെഴുതി ചാത്തന്നൂരിൽ അതാ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്തു. തങ്കത്താമര വിരിഞ്ഞ്. അതേ BB ഗോപകുമാർ, ചാത്തന്നൂരിന്റെ ജനനായകൻ, ചാത്തന്നൂരിന്റെ മനോഹര പുത്രന് ഇന്ന് പരവൂർ മുനിസിപ്പൽ മേഖലയിൽ നൽകുന്ന സ്വീകരണ പരിപാടി നമ്മുടെ അതുപോലെ പ്രസന്ന ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ പ്രസന്ന ജംഗ്ഷനിൽ നിന്നുള്ള നമ്മുടെ ഇന്നത്തെ MLA സ്വീകരണ പരിപാടി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നാടിനൊപ്പം നാടിന്റെ പ്രധാന സ്നേഹത്തിനായി കൂടെ ഉണ്ടാകും ഒരു കൂടപ്പിറപ്പായി BB ഗോപകുമാർ MLA ഇതാ വരുന്നു. MLA ഇന്നത്തെ സ്വീകരണ പരിപാടി ചാത്തന്നൂർ മണ്ഡലത്തിൽ 4ാം ദിവസമായ ഇന്ന് പരവൂർ മുനിസിപ്പൽ മേഖലയിലാണ് നമ്മുടെ സ്വീകരണ പരിപാടി. പരവൂർ മുനിസിപ്പൽ മേഖലയിലെ സ്വീകരണ പരിപാടി ഇന്ന് നമ്മുടെ നെടുങ്കോലം പ്രസന്ന ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ചാത്തന്നൂരിന്റെ ജനനായകന് മുനിസിപ്പൽ മേഖലയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ആവേശപൂർവ്വം നൽകുന്ന ശ്രേഘോഷ്പണമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ, വിനയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ 1000 നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇതാ വരുന്നു. ചാത്തന്നൂരിന്റെ ജനമനസ്സുകൾ കീഴടക്കിയ ജനനായകൻ ഇതാ വരികയായി. BB ഗോപകുമാർ MLA ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ചാത്തന്നൂർ മണ്ഡലത്തിൽ തങ്കത്താമര വിരിയിക്കുവാൻ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച അമ്മമാരോട്, സഹോദരിമാരോട്, സുഹൃത്തുക്കളോട്, ബഹുജനങ്ങളോട്, വിദ്യാർത്ഥികളോട്, അബാലവൃത്തം ജനവിഭാഗങ്ങളോടും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഓരോ വോട്ടർമാരോടും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ BB ഗോപകുമാർ MLA ഇതാ കടന്നു വരികയാണ്. പരവൂർ മുനിസിപ്പൽ മേഖലയിലെ സ്വീകരണ പരിപാടിയാണ്. MLAക്ക് പരവൂർ മുനിസിപ്പൽ മേഖലയിലെ സ്വീകരണ പരിപാടി നമ്മുടെ പ്രസന്ന ജംഗ്ഷനിൽ നിന്നുമാണ് ആരംഭിച്ചത്. പ്രസന്ന ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സ്വീകരണ പരിപാടി ഇന്ന് പരവൂർ മുനിസിപ്പൽ മേഖലയിലാണ്. ചാത്തന്നൂർ മണ്ഡലത്തിന്റെ മുഴുവൻ പഞ്ചായത്തുകളിലും പരവൂർ മുനിസിപ്പാലിറ്റിയിലും അങ്ങനെ ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന MLAയുടെ സ്വീകരണ പരിപാടി ഇന്ന് നമ്മുടെ പരവൂർ മുനിസിപ്പൽ മേഖലയിൽ നെടുങ്കോലം പ്രസന്ന ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സ്വീകരണ പരിപാടി ഇതാ. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു BB ഗോപകുമാർ MLA. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതാ കടന്നു വരികയാണ്.
ആവേശോജ്വലമായ സ്വീകരണ പരിപാടികൾ പങ്കെടുത്തുകൊണ്ട് കടന്നു വരുന്നു ബേബി ഗോപകുമാർ. പ്രിയമുള്ളവരെ, ഈ നാടിന്റെ നടവഴിയും ഇടവഴിയും മനഃപ്പാടമാക്കിയ മാറ്റങ്ങളില്ലാത്ത നാട്ടുകാരൻ, കടന്നു വന്ന വഴികളിലൊക്കെയും തനതായി വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭ ബേബി ഗോപകുമാർ. നാടിന്റെ ജനസേവനം കൈമുതലാക്കിയ കർമ്മകരുതനായ ബേബി ഗോപകുമാർ ചാത്തന്നൂർ മണ്ഡലത്തിന്റെ ഉരുക്കുകോട്ടകൾ തകർത്ത് തരിപ്പണമാക്കി. ആ ഉരുക്കുകോട്ടയിൽ ആദ്യമായി, ചാത്തന്നൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി തങ്കത്താമര വിരിയിച്ച ബേബി ഗോപകുമാർ. അതിന് നിങ്ങൾ നൽകിയ ഓരോ വോട്ടുകളും വിലപ്പെട്ടതാണ്. ഈ പ്രബുദ്ധരായ ജനത നിങ്ങൾ നൽകിയ ഓരോ വോട്ടുകളുമാണ് തങ്കത്താമര ചാത്തന്നൂരിന്റെ മണ്ഡലിൽ വിജയിക്കുവാൻ കഴിഞ്ഞത്. അതിന് ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി വന്ന് ഒരുവട്ടത്തോടുകൂടി തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ട വോട്ടർമാർക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടതാ കടന്നു വരുന്നു ബേബി ഗോപകുമാർ. ബേബി ഗോപകുമാർ ചാത്തന്നൂരിന്റെ ജനമനസ്സുകൾ കീഴടക്കിയ ജനനായകന്റെ രാജകീയ വരവ് വെറും വരവല്ല കൂട്ടരെ, ഇതൊരൊന്നൊന്നര വരവാണ്. ചാത്തന്നൂരിന്റെ ഉരുക്കുകോട്ടകൾ തകർത്തെറിഞ്ഞ് തരിപ്പണമാക്കി പൊതുചരിത്രമെഴുതി ചേർത്ത് തങ്കത്താമര വിജയിച്ച തേരാളിയുടെ വരവ്, അതാണ് ബേബി ഗോപകുമാർ. ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഇതാ കടന്നു വരുന്നു. ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഇതാ കടന്ന് വരികയാണ്. കാലം സാക്ഷി, ചരിത്രം സാക്ഷി ബേബി ഗോപകുമാർ MLA നമ്മുടെ മുനിസിപ്പൽ മേഖലയിലെ സ്വീകരണ പരിപാടിയാണ്. പലവൂർ മുനിസിപ്പൽ മേഖലയിലെ സ്വീകരണ പരിപാടിയാണ് ഇപ്പോൾ നിലകൊടുക്കുന്നത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തിയേറ്റർ ജലസേനമാണ് നമ്മുടെ ഇന്നത്തെ സ്വീകരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ പലവൂർ മുനിസിപ്പൽ മേഖലയിലെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുമെന്ന് രാവിലെ ആരംഭിച്ചിരിക്കുന്ന 10 മണിക്ക് നമ്മുടെ നെടുമ്പോല തിയേറ്റർ ജംഗ്ഷനിൽ ആരംഭിച്ച സ്വീകരണ പരിപാടി, അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ബേബി ഗോപകുമാർ MLA ഇതാ കടന്നു വരികയാണ്. നാടിന്റെ ഹൃദയസ്പന്ദനങ്ങളെ തൊട്ടറിഞ്ഞ് നാട് ഹൃദയത്തോട് ചേർത്ത് വെച്ച ജനനായകൻ ബേബി ഗോപകുമാർ. ബേബി ഗോപകുമാർ നമ്മുടെ തേരാളി ഇതാ കടന്നു വരുന്നു. ചാത്തന്നൂരിന്റെ ഉരുക്കുകോട്ടകൾ തകർക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഉരുക്കുകോട്ടകൾ തകർത്ത് ഇടവന്റെയും വലതന്റെയും ഉരുക്കുകോട്ടകൾ തകർത്ത് തരിപ്പണമാക്കി അവിടെ തങ്കത്താമര വിരിയിച്ച തേരാളി ബേബി ഗോപകുമാർ. നാടിന്റെ ജനനായകന്റെ വരവ്, അതെ, ഇന്ന് പലവൂർ മുനിസിപ്പൽ മേഖലയിലെ സ്വീകരണ പരിപാടിയാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ നമ്മുടെ MLA കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നാടിനൊപ്പം, നാടിന്റെ നേരിനൊപ്പം, നാടിന്റെ നന്മയ്ക്കൊപ്പം എന്നും പ്രധാന സേവകനായി നിങ്ങളോടൊപ്പം എന്നും കൂടെ ഉണ്ടാകും. നിങ്ങൾ അർപ്പിച്ച ഓരോ വോട്ടുകൾക്കും, തങ്കത്താമരയിൽ നിങ്ങൾ ചാർത്തിയ ഓരോ വോട്ടുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ, വിനയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ബേബി ഗോപകുമാർ MLA ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഇതാ കടന്നു വരികയാണ്. കാലത്തിന്റെ കർമ്മകാണ്ഡങ്ങളിൽ കാലം കാഴ്ച സൂക്ഷിച്ച നിധിയായി ചാത്തന്നൂരിന് കിട്ടിയ വരദാനം ബേബി ഗോപകുമാർ MLA. ഒരു നാട്, ഒരു ജനത, ഒരു മണ്ഡലം ഒന്നാകെ കൈകോർത്തു. മാറ്റം കൊതിച്ച നാടിന് മാറ്റത്തിന്റെ തേര് തെളിച്ച തേരാളി ചാത്തന്നൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി തങ്കത്താമര വിരിയിച്ച പോരാളി ബേബി ഗോപകുമാർ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പലവൂർ മുനിസിപ്പൽ മേഖലയിലെ ആവേശോജ്വലമായ സ്വീകരണ പരിപാടി നമ്മുടെ നെടുമ്പോളത്ത് നിന്നുമാണ് തുടക്കം കുറിച്ചത്. പ്രസന്ന ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സ്വീകരണ പരിപാടി ഇന്ന് പലവൂർ മുനിസിപ്പൽ മേഖലയിലെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരികയാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ബേബി ഗോപകുമാർ കടന്നു വരികയാണ്. ബേബി ഗോപകുമാർ ചാത്തന്നൂരിന്റെ ജനനായകൻ, ജനമനസ്സുകൾ കീഴടക്കിയ ചാത്തന്നൂരിന്റെ പൊന്നോമനപുത്രൻ ബേബി ഗോപകുമാർ MLA ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതാ കടന്നു വരുന്നു.
പരവൂർ മുനിസിപ്പൽ മേഖലയിലെ സ്വീകരണ പരിപാടി ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. പ്രസന്ന ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ സ്വീകരണ പരിപാടി നമ്മുടെ പരവൂർ മുനിസിപ്പൽ മേഖലയിലെ ആവേശവർഗമാക്കുന്ന സ്വീകരണ പരിപാടി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ നമ്മുടെ ജനനായകൻ കടന്നു വരികയാണ്. ചാത്തന്നൂരിന്റെ ജനനായകൻ, ജനമനസ്സുകൾ കീഴടക്കിയ ജനനായകന്റെ വരവ് വെറും വരവല്ല കൂട്ടരേ, ഇതിലൊന്നൊന്നര വരവാണ്. കുരുക്കുകോട്ടകൾ തകർത്ത് വലിപ്പണമാക്കി അവിടെ തങ്കത്താമര വിരിയിച്ച തേരാളി, അതാണ് BB ഗോപകുമാർ. ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടെ നൽകിയ ഊഷ്മമായ സ്വീകരണത്തിന് ആരാധനായ ബഹുമാന്യ MLA ശ്രീ BB ഗോപകുമാർ നിങ്ങളോട് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നു. ഏറെ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും വിനീതമായ നമസ്കാരം. രണ്ടാമത്തെ സ്വീകരണ പരിപാടി പരവൂർ മുനിസിപ്പാലിറ്റി നിരവധി പേര് കാത്തു നിന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. ഈ പ്രദേശത്ത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടൊരു പ്രദേശം. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ മേഖലയിൽ അടക്കം നല്ല മുന്നേറ്റമുണ്ടാക്കി തന്ന ഒരുപാട് പ്രവർത്തകർ, അവർക്ക് പിന്തുണ നൽകിയ ഒരുപാട് പൊതുജനങ്ങൾ, സഹോദരി സഹോദരന്മാർ, അവർക്കുള്ള ഞങ്ങളുടെ നന്ദി വാക്കുകൾക്ക് അതീതമാണ്. മെയ് 4 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപന ദിവസം ഏറ്റവും ആദ്യം കേരളത്തിൽ താമര വിരിയുന്ന മണ്ഡലമാക്കി നിങ്ങൾ ചാത്തന്നൂരിനെ മാറ്റി. ഭാരതമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനാണ് അന്ന് ചാത്തന്നൂർ തുടക്കം കുറിച്ചത്. അന്ന് വരെ ഉണ്ടായിരുന്ന ചാത്തന്നൂരിന്റെ എല്ലാ പാരമ്പര്യങ്ങളെയും മാറ്റിക്കൊണ്ട് രണ്ട് മുന്നണികൾക്കും ബദലായി ഒരു രാഷ്ട്രീയം ചാത്തന്നൂരിൽ നിന്നും ആരംഭിച്ചു. നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടുമ്പുറത്തും എത്തണമെന്ന് ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനത ഈ രണ്ട് മുന്നണിയെയും മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിക്കേണ്ടായി. 140 എന്ന നിയമസഭ, 137 പേരും ഒരിടത്ത്, 3 പേർ മാത്രം ഇപ്പുറത്ത്. ആ 3 പേർ കേരളത്തിന്റെ പൊതുവികാരത്തിനു വേണ്ടി, കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ഈ രണ്ട് മുന്നണികളുടെയും കപട രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന വേദിയായി കേരള നിയമസഭ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് ഫലം ചാത്തന്നൂരിൽ നിന്ന് താമരയ്ക്ക് അനുകൂലമായി, BJPക്ക് അനുകൂലമായി, NDAക്ക് അനുകൂലമായി വന്നപ്പോൾ നേരിട്ട് അഭിനന്ദിക്കേണ്ടായി. പ്രധാനമന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹത നേടിത്തന്നത് ഈ നാട്ടിലെ പ്രബുദ്ധ ജനതയാണ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിച്ച ആദ്യ മണ്ഡലം എന്ന സവിശേഷതയുണ്ട്. അതിന് നിങ്ങൾ നൽകിയ സഹായമുണ്ട്, നിങ്ങൾ നൽകിയ പിന്തുണയുണ്ട്, നിങ്ങൾ നൽകിയ സ്നേഹവായ്പുണ്ട്. ആ സ്നേഹവായ്പ്, ആ പിന്തുണ, ആ സഹായം എക്കാലവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ, നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ വളരെ ഹൃദ്യമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
പാറേക്കാവിന്റെ ജനാബലി ഹൃദയപൂർവ്വം നെഞ്ചിലേറ്റി സ്വീകരണം നൽകി. നിങ്ങൾ ഓരോരുത്തരും നൽകിയ സ്നേഹ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ, വിനയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത സ്വീകരണ പോയിന്റിലേക്ക് നീങ്ങുകയാണ്. മാറ്റം കൊതിച്ച നാടിന് മാറ്റത്തിന്റെ തേര് തെളിച്ച തേരാളി. ചാത്തന്നൂർ മണ്ഡലത്തിന്റെ ഉരുക്കുകോട്ടകൾ തകർത്ത് തരിപ്പണമാക്കി. ആ ഉരുക്കുകോട്ടയിൽ ഒരു പുതിയ സൂര്യോദയം. തങ്കത്താമരയിൽ വിരിയിച്ച തേരാളി. അതാണ് ബിബി ഗോപകുമാർ, നാടിന്റെ സ്വന്തം ബിബി ഗോപകുമാർ. പരവൂർ മുനിസിപ്പൽ മേഖലയിൽ നൽകുന്ന ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. ഇതാ പാറേക്കാവ് ജനാബലി. പാറേക്കാവ് ജനാബലി ശിവപാർവതി ഭഗവാൻ പരിലസിക്കുന്ന പാറേക്കാവ് ജംഗ്ഷന് നൽകിയ സ്നേഹോഷ്പളമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ചാത്തന്നൂരിന്റെ പൊന്നോമനപുത്രൻ, ചാത്തന്നൂരിന്റെ ജനനായകൻ, ചാത്തന്നൂരിന്റെ സ്വന്തം ബിബി ഗോപകുമാർ. ചാത്തന്നൂർ മണ്ഡലത്തിൽ ഇടതും വലതും കെട്ടിപ്പടുത്ത शर्म नहीं आती तुझे? क्या देखा लड़की से माफी मांग, अबे माफी मांग। इतना याद रखना, अगर तू लड़की को इज्जत देगा तो लड़की तुझे अपनी इज्जत देगी।
സൂക്ഷിച്ചിരുന്ന ചാത്തന്നൂരിന്റെ ഉരുക്ക് കോട്ടകൾ തകർത്ത് തരിപ്പണമാക്കി അവിടെ വിരിഞ്ഞു തങ്കത്താമര. നിങ്ങൾ ഹൃദയത്തിൽ ചാലിച്ച തങ്കത്താമരയിൽ കയ്യൊപ്പ് ചാർത്തി. അത് ചാത്തന്നൂർ മണ്ഡലത്തിൽ പുതിയൊരു ചരിത്രം എഴുതി ചേർക്കുകയായിരുന്നു. ബി ഗോപകുമാർ എന്ന വികായകൻ. നിങ്ങൾ അർപ്പിച്ച ഓരോ വോട്ടുകൾക്കും ഹൃദയത്തിന്റെ വിനയത്തിന്റെ സ്നേഹത്തിന്റെ സാക്ഷികൾ ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതാ പരവൂർ മുനിസിപ്പൽ മേഖലയിലെ സ്നേഹ സ്വീകരണം ഏറ്റുവാങ്ങാനായി ഇവിടെ സ്വീകരണ പരിപാടിയിലേക്ക് എത്തിച്ചേരുകയാണ്. പ്രിയമുള്ളവരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA ആയിട്ടുള്ള ഈ നാടിന്റെ ജനനായകൻ ശ്രീ BB ഗോപകുമാറിന്റെ പരകുളം ബൂത്ത് കമ്മിറ്റിയുടെ പേരിലുള്ള സ്വീകരണ പരിപാടിയാണ് ആരംഭിക്കുന്നത്. ആദ്യമായി ജില്ലാ കമ്മിറ്റി അംഗം ശ്രീമതി സിന്ധു സുധീർ താമര ബൊക്ക കൊടുത്ത് സ്വീകരിക്കുകയാണ്. അതിനുശേഷം മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള സുധീർ ഷാൾ അണിയിക്കുന്നു. അടുത്തതായി ബൂത്ത് പ്രസിഡന്റ് ശ്രീ ശിവംപിള്ള ഷാൾ അണിയിക്കുന്നു. ശ്രീമതി അമ്പിളി, ഷീജ, സുനിത, ലീലാമണി, രാധ ഈട്ടിയമ്മ, സാവിത്രി അമ്മ ഇവിടെ നൽകിയ ഈ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മുടെ ആരാധനായിട്ടുള്ള ചാത്തന്നൂർ MLA ശ്രീ BB ഗോപകുമാർ നിങ്ങളോട് സംസാരിക്കുകയാണ്. ലൈവ് 2 പോയിന്റ് വഴിയുണ്ടല്ലെങ്കിൽ അങ്ങനെയുള്ള 2 പോയിന്റ് എടുത്തുള്ളൂ. ഉണക്കം മാത്രം എനിക്ക് എന്റെ വീട്ടിൽ പോകണം. ഏറെ ബഹുമാനരായ സഹോദരി സഹോദരന്മാർക്കും വിനീതമായ നമസ്കാരം. മെയ് 4 കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കപ്പെട്ട ദിവസം. അത് ഏറ്റവും ആദ്യം ഈ സംസ്ഥാനത്ത് താമര വിരിയുന്ന മണ്ഡലമാക്കി ചാത്തന്നൂരിനെ നിങ്ങൾ മാറ്റി. ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിജയം. കേരളത്തിലെ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച തെരഞ്ഞെടുപ്പ് വിജയം. അതിനുശേഷമാണ് നേമത്തും കഴക്കൂട്ടത്തും താമര വിരിഞ്ഞത്, BJP ജയിച്ചത്. സമാരാധനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അവതരിച്ച കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് ഫലം ചാത്തന്നൂരിലായിരുന്നു. അതിനവസരം ഒരുക്കിയത്, അതിനനുഗ്രഹിച്ചത്, അതിനാശീർവദിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും വാക്കുകൾക്ക് അതീതമാണ്. ഒരു വാക്ക് മാത്രം. ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ, ഈ നാടിന്റെ സുഖദുഃഖങ്ങളിൽ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിക്കുന്നു. ജയ് ജയ് ജയ്